എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നാം അനുദിനം കേട്ടുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ, പ്രത്യേകിച്ചും കുട്ടികളുടെ പെരുമാറ്റ വൈകല്യങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ അത്രയൊന്നും സന്തോഷപ്രദമല്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ആ സാഹചര്യത്തിൽ ഇനി പറയുന്ന ഏതാനും വസ്തുതകൾ നമ്മുടെ സത്വര ശ്രദ്ധ അർഹിക്കുന്നതാണ് എന്ന് തോന്നുന്നു. കുടുംബ സാഹചര്യത്തെ, ഏതൊരു കുട്ടിയും ജനിച്ചു വീഴുന്നത് കുടുംബത്തിലേക്കാണല്ലോ. കുടുംബ സാഹചര്യത്തെ മനഃശാസ്ത്ര ദൃഷ്ടിയിൽ മാട്രിക്സ് എന്നൊരു വാക്ക് ഉപയോഗിച്ചാണ് വിശേഷിപ്പിക്കുന്നത്. മാട്രിക്സ് എന്ന് പറഞ്ഞാൽ മൗൾഡ്, മലയാളത്തിലെ അച്ച് എന്ന് പറയും, വാർത്തെടുക്കാൻ ഉപയോഗിക്കുന്ന മൗൾഡ്. അപ്പോൾ ഒരു വ്യക്തിയുടെ വ്യക്തിത്വം രൂപപ്പെടുന്നത് കുടുംബ പശ്ചാത്തലത്തിലാണ് എന്നാണ് ആ പറഞ്ഞതിൻ്റെ സത്ത. അതും മനഃശാസ്ത്ര ദൃഷ്ട്യാ പറയട്ടെ, ലോകത്തിലുള്ള എല്ലാ മനഃശാസ്ത്രജ്ഞന്മാരും ഒരു കാര്യത്തിൽ ഏകാഭിപ്രായക്കാരാണ്. പല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഇൻ്റലിജൻസിൻ്റെ ഡെഫിനിഷന് 123 ഡെഫിനിഷൻ പരിശോധിച്ചിട്ട് തമാശയായിട്ട് പറഞ്ഞിട്ടുണ്ട് അത്രേ, ഇൻ്റലിജൻസ് ഈസ് വാട്ട് ഇൻ്റലിജൻസ് ടെസ്റ്റ് മെഷേഴ്സ് എന്ന്. വിറ്റ്മർ എന്ന് പറഞ്ഞ ആൾ പറഞ്ഞ വിറ്റാണത്. അതുപോലെ പേഴ്സണാലിറ്റിക്ക് 164 ഡെഫിനിഷൻ പരിശോധിച്ചിട്ടാണ് ആൽപോർട്ട് എന്ന് പേരുള്ള ആൾ അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷൻ ഉണ്ടാക്കിയത്. പലതിനും പല അഭിപ്രായം പറയുന്ന മനഃശാസ്ത്രജ്ഞന്മാർ ലോകത്തെവിടെയുള്ളവർ ഒരു കാര്യത്തിൽ ഏകാഭിപ്രായക്കാരാണ്. അതെന്താണെന്ന് വെച്ചാൽ, കുട്ടികളുടെ വ്യക്തിത്വം രൂപപ്പെടുന്നത് ആദ്യത്തെ 3 വയസ്സ് കാലഘട്ടത്തിലാണ്. ഈ പീരിയഡിനെ ക്രിട്ടിക്കൽ പീരിയഡ്, ഇംപ്രിൻറ്റിംഗ് പീരിയഡ്, ഫ്ലെക്സിബിൾ പീരിയഡ്, ഫോർമേറ്റീവ് പീരിയഡ്, ഫൗണ്ടേഷൻ പീരിയഡ്, സെൻസിറ്റീവ് പീരിയഡ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്നുണ്ട്. അർത്ഥം വ്യക്തമാണല്ലോ. ക്രിട്ടിക്കൽ പീരിയഡ് എന്ന് പറഞ്ഞാൽ നിർണായകമായ കാലഘട്ടം എന്നാണ്. പലരും ധരിക്കും ഈ കാലഘട്ടത്തിലുള്ള അനുഭവങ്ങൾ ഓർമ്മിക്കില്ലല്ലോ, 3 വയസ്സ് വരെ എന്താ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത് ഓർമ്മിക്കില്ലല്ലോ. എന്നാൽ അങ്ങനെയല്ല. ആധുനിക ന്യൂറോ ബയോളജിക്കൽ സൈക്കോളജിയിൽ നടന്ന ഗവേഷണങ്ങൾ പറയുന്നത് നമ്മുടെ കുട്ടിക്കാലത്തുള്ള ഏർലി ചൈൽഡ്ഹുഡിലുള്ള അനുഭവങ്ങളൊക്കെ നമ്മുടെ മസ്തിഷ്കത്തിലെ ന്യൂറോണുകളിൽ ഇംപ്രിൻ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതിനാണ് ഇംപ്രിൻറ്റിംഗ് പീരിയഡ് എന്ന് പറയുന്നത്. മുദ്രണം ചെയ്യപ്പെടുന്നുണ്ട്. RNA തന്മാത്രകളായി, പ്രോട്ടീൻ തന്മാത്രകളായി ഈ അനുഭവങ്ങൾ അവിടെ നിക്ഷേപിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ, ഇത് കണ്ടുപിടിച്ചത് വൈൽഡർ പെൻഫീൽഡ് എന്ന് പേരുള്ള ഒരു ന്യൂറോ സർജനാണ്. അത് ഞാൻ ആ വിശദാംശത്തിലേക്ക് പോകുന്നില്ല, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുള്ളത് കൊണ്ട്. അപ്പോൾ ഈ കാലഘട്ടത്തിലുള്ള അനുഭവങ്ങൾ ഓർമ്മിക്കാൻ പറ്റുന്നില്ലെങ്കിലും നമ്മുടെ മസ്തിഷ്കത്തിൽ അത് മൈക്രോ ചിപ്പുകൾ, നമ്മുടെ മൊബൈൽ ഫോണിലെ മൈക്രോ ചിപ്പുകളിൽ നമുക്ക് വീഡിയോസൊക്കെ സൂക്ഷിച്ച മാതിരി മസ്തിഷ്കത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇത് ഇക്കാലത്തെ ന്യൂറോ കെമിക്കൽ പ്രോസസ്സസിനെ കുറിച്ച് നടക്കുന്ന ഗവേഷണങ്ങൾ സംശയരഹിതമായിട്ട് തെളിയിച്ച കാര്യമാണ്. അപ്പോൾ ഈ കാലത്തുള്ള അനുഭവങ്ങൾ സ്കൂളിൽ നിന്ന് കിട്ടുന്നതല്ലല്ലോ, അയൽക്കാരിൽ നിന്ന് കിട്ടുന്നതല്ല. മിക്കവാറും 3 വയസ്സ് വരെയുള്ള അനുഭവങ്ങൾ അച്ഛനമ്മമാരുടെ സ്വാധീനം കൊണ്ടാണ്. അപ്പോൾ അവിടെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന അനുഭവം അതെങ്ങനെയുള്ള അനുഭവങ്ങളാണെന്ന് വളരെ നിർണായകമായ അനുഭവം. അതാണ് ക്രിട്ടിക്കൽ പീരിയഡ് എന്ന് പറയുന്നത്. ഞാൻ കൂട്ടത്തിൽ ഒന്നുകൂടി പറയട്ടെ, താല്പര്യമുള്ളവർക്ക് വിശദമായിട്ട് പഠിക്കാം. എറിക് എച്ച് എറിക്സൺ എന്നു പേരുള്ള ഒരു അമേരിക്കൻ മനഃശാസ്ത്രജ്ഞൻ, അദ്ദേഹത്തിന് ഞാൻ അതിശയോക്തി പറയല്ല, അദ്ദേഹം ആദ്യത്തെ 18 മാസം കാലം, അതായത് 1.5 വയസ്സ് കാലത്തെ അദ്ദേഹം പറയുന്നത്, വിശേഷിപ്പിക്കുന്നത് ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് എന്നൊരു ക്രൈസിസ് അനുഭവിക്കുന്ന കാലമാണ്. ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ വിശ്വാസം. ആരിലുള്ള വിശ്വാസം? ആരുമായിട്ടാണ് കുട്ടി നിരന്തരം ഇടപഴകുന്നത്? വീട്ടിൽ അമ്മയാണ്. പ്രത്യേകിച്ചും ആ പീരിയഡിൽ 1.5 വയസ്സ് വരെ അമ്മയുടെ ചൂടും ചൂരും പറ്റി അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അമ്മയുടെ ചുറ്റും ഓർബിറ്റ് ചെയ്തുകൊണ്ട് വളരെയാണ് കുട്ടി. അപ്പോൾ അമ്മ റെഗുലർ, കൺസിസ്റ്റൻറ്റ് ഒക്കെ ആണെങ്കിൽ, പ്രഡിക്റ്റബിളാണ് അമ്മയുടെ ബിഹേവിയർ എങ്കിൽ, അമ്മ എങ്ങനെയാണ് അമ്മയ്ക്ക് തോന്നിയ മാതിരി ഒരിക്കൽ വളരെ പ്ലസൻ്റായിട്ട്, പിന്നീട് ഒരിക്കൽ
വളരെ പിന്നെ ഇറിറ്റബിൾ ആയിട്ടൊക്കെ പെരുമാറുമ്പോൾ കുട്ടിക്ക് അമ്മയിലുള്ള വിശ്വാസം നഷ്ടപ്പെടും. മുഖത്ത് നോക്കി കള്ളം പറഞ്ഞോ നീ എന്ന് പറഞ്ഞ് ഒരു അടി കൊടുക്കുകയാണ് അമ്മ. അടുത്ത നിമിഷം അടുത്ത വീട്ടിലുള്ള ആരെങ്കിലും വന്നിട്ട് എന്തെങ്കിലും ഒന്ന് ഒരു 100 രൂപ കടന്നു തരുമെന്ന് ചോദിക്കുമ്പോൾ, അയ്യോ അരമണിക്കൂർ മുമ്പ് നിങ്ങൾ വന്നിരുന്നെങ്കിൽ ഇവിടെ കാശുണ്ടായിരുന്നല്ലേ, ഇപ്പോഴല്ലേ ആ ഗോവിന്ദൻകുട്ടി വന്നപ്പോൾ ഞാൻ ബില്ലടയ്ക്കാൻ പൈസയൊക്കെ എടുത്ത് കൊടുത്തു പോയില്ലേ എന്ന് നിങ്ങൾ പച്ചക്കള്ളം പറയുന്നത്, കള്ളം പറഞ്ഞതിന് അടി കിട്ടിയ കുട്ടിയാണ് ഇത് കേൾക്കുന്നത്. എങ്ങനെയാണ് ആ കുട്ടിയിൽ നിങ്ങൾക്ക് ബിഹേവിയർ പിന്നെ സംശുദ്ധമായ പെരുമാറ്റം പ്രതീക്ഷിക്കുക? കുട്ടിയിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുമെന്നാണ് പറയണത്. അത് കുട്ടി ദമനം ചെയ്യും, ഫ്രോയിഡിയൻ ടേമിൽ റിപ്രസ് ചെയ്യും. അത് അവിടെ ഉള്ളിൽ കിടക്കും. ദഹിക്കാത്തത് വിഴുങ്ങിയാൽ അജീർണം പിടിക്കും. ആ അജീർണം മനസ്സിൽ അജീർണമാകുമ്പോൾ കുറച്ചുകൂടി ഗൗരവമാവും. അപ്പോൾ ഞാൻ പറഞ്ഞത്, വീടുകളിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടുന്ന അനുഭവങ്ങൾ കുട്ടിയോട് തൊടരുത്, എടുക്കരുത്, പിടിക്കരുത്, അങ്ങോട്ട് പോരുത്, ഇങ്ങോട്ട് പോരുത്, കല്ലെടുക്കലേ, കാൽമേൽ വീഴും, വടിയെടുക്കലേ, കണ്ണ് കുത്തും, അങ്ങോട്ട് തിരിയല്ലേ, സൈക്കിൾ കുത്തും, ഇങ്ങോട്ട് ചുമരുമ്പോൾ കയറലേ, കുട്ടികൾക്ക് വളരാനുള്ള അതിന് പിന്നെ ഞാൻ തിയറിയിലേക്കൊന്നും പോകുന്നില്ല. അത് ഒരു സെൽഫ് സ്റ്റാർട്ടർ എന്നാണ് അതിനെക്കുറിച്ച് പറയണത്. കുട്ടികൾക്ക് വളരാനുള്ള ത്വര അവർ പ്രകടമാക്കുകയാണ്. അവർക്ക് കുട്ടികൾ പൂ വിരിയും പോലെ സ്വയമേ വിരിയണം, പൂമ്പാറ്റ പാറി നടക്കും പോലെ പാറി നടക്കണം. എടുക്കല്ലേ, പിടിക്കല്ലേ, നെഗറ്റീവ്സ് അല്ലാതെ നമ്മൾ പറയുന്നില്ല. വളരെ പ്രധാനമാണ്. നോക്കൂ, പല ആളുകളും കുട്ടികൾക്ക് ഉപദേശം കൊടുക്കും. ഈ ഉപദേശം കൊടുക്കുന്നയാൾക്ക് നല്ല സുഖവും കിട്ടുന്നയാൾക്ക് അങ്ങേയറ്റത്തോളം അലോസരം ഉണ്ടാക്കുന്നതാണ്. അത് ചെറിയ കുട്ടിയായാലും കൗമാരക്കാരനായാലും ഞാനായാലും ഈ വാർദ്ധക്യത്തിലെത്തിയ ഞാനായാലും ഉപദേശം ഇത്രയും അലോസരം ഉണ്ടാക്കുന്ന വേറൊരു അനുഭവമില്ല. ഉപദേശമല്ല കുട്ടികൾക്ക് വേണ്ടത്, സന്ദേശമാണ് വേണ്ടത്. ഈ പറഞ്ഞതിന് വലിയ വ്യത്യാസമുണ്ട് ഉപദേശവും സന്ദേശവും തമ്മിൽ. നോക്കൂ, ഞാനൊരു ചെറിയ ഉദാഹരണം കൊണ്ട് ഇത് വ്യക്തമാക്കാം. ഒരു കുട്ടിയോട് നമ്മൾ പറയുന്നു, കണ്ട് പഠിക്കടാ. ആൺകുട്ടിയാണെങ്കിൽ കണ്ട് പഠിക്കടാ, പെൺകുട്ടിയാണെങ്കിൽ കണ്ട് പഠിക്കടി എന്ന് പറയും. അപ്പോൾ അതിലുള്ള സന്ദേശം എന്താണ്? നമ്മൾ നല്ല ഉദ്ദേശം വെച്ചായിരിക്കും പറയുന്നത്. ആ അയൽക്കാരൻ്റെ കുട്ടിയോ അല്ലെങ്കിൽ സ്വന്തം ഓഫീസിലുള്ള മറ്റൊരു സഹപ്രവർത്തകയുടെയോ സഹപ്രവർത്തകൻ്റെയോ കുട്ടിയോ അല്ലെങ്കിൽ അമ്മയുടെ അനിയത്തിയുടെയോ അച്ഛൻ്റെ സഹോദരിയുടെയോ കുട്ടിയെ കണ്ട് പഠിക്കാൻ നമ്മൾ പറയുമ്പോൾ ആ കുട്ടി കൈവരിച്ച നേട്ടത്തിനെ പ്രകീർത്തിക്കാനാണ്, അതുപോലെ എൻ്റെ കുട്ടിയോ ആവണം എന്നുള്ള സതുദ്ദേശത്തിലാണ് പറയുന്നത്. കുട്ടിക്ക് കിട്ടുന്ന സന്ദേശം എന്താ? നീ കൊള്ളില്ല, അവൻ യോഗ്യനാണ്, അല്ലെ അവൾ യോഗ്യയാണ് സന്ദേശമാണ് കിട്ടുന്നത്. സന്ദേശം അങ്ങേയറ്റത്തോളം നെഗറ്റീവായി. പറയുകയാണെങ്കിൽ പറയേണ്ടത് കണ്ട് പഠിക്കല്ലേ കുഞ്ഞ് എന്നാണ്. അത് വളരെ പ്രധാനമാണ്. ഓരോ കുട്ടിക്കും ആ കുട്ടിയുടേതായ വിരലടയാളമുണ്ട്. ആ കുട്ടിയുടേത് മാത്രമായ വേർപ്പിൻ്റെ ഗന്ധമുണ്ട്. പ്രപഞ്ചത്തിൽ ഒരാളുടെ വേർപ്പിൻ്റെ ഗന്ധം വേറൊരാൾക്കില്ല. പോലീസിനായ കള്ളനല്ലാണ്ട് കള്ളൻ്റെ ഏട്ടനെയും അച്ഛനെയും പോയി പിടിച്ച ചരിത്രമില്ല. അതിൻ്റെ അർത്ഥം നമ്മുടെ ബയോകെമിസ്ട്രി വ്യത്യാസം ഉണ്ടെന്നല്ലേ. നമ്മുടെ കണ്ണിൻ്റെ ഐറിസ് ഡയഫ്രം മാതിരി പ്രപഞ്ചത്തിൽ വേറൊരാൾക്കില്ല. കോടാനുകോടി മനുഷ്യന്മാരില്ലേ. അപ്പോൾ കണ്ട് പഠിക്കാൻ പറയുന്നതിലും വലിയ അർത്ഥശൂന്യമായ സന്ദേശം വേറെ ഇല്ല. നെഗറ്റീവാണ്, ആബ്സല്യൂട്ട്ലി നെഗറ്റീവ്. ഞാൻ തമാശയായിട്ട് ഈ വിശ്വാമിത്രൻ ശ്രീരാമനെ വിളിച്ചുണർത്തിയ ഒരു സംഭവം ഉണ്ട്. ഈ താടകാവധത്തിന് കൊണ്ടുപോയതാ. ആ കൊണ്ടുപോയ സമയത്ത് ഈ കൗമാരപ്രായത്തിലുള്ള ബാലനാണല്ലോ ഈ ശ്രീരാമനെ രാവിലെ വിളിച്ചുണർത്തേണ്ടത് എങ്ങനെയാണ്? കുട്ടി ഉണരുന്നില്ല. എങ്ങനെയാണ് വിളിച്ചുണർത്തേണ്ടതെന്ന് ഈ പ്രാപഞ്ചികനായിരുന്നില്ലല്ലോ ഈ വിശ്വാമിത്ര മഹർഷി, അദ്ദേഹത്തിന് അറിയില്ല. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ധ്യാനനിരതനായപ്പോൾ അമ്മ എങ്ങനെയാണ് വിളിച്ചുണർത്തുന്നതെന്ന് ഓർമ്മ വന്നു എന്നാ. അമ്മ എങ്ങനെയാണ് വിളിച്ചുണർത്തിയത് നിങ്ങളൊക്കെ കേട്ടതാണ്, ഞാനത് ചൊല്ലി ചീത്തയാക്കുന്നില്ല. MS സുബ്ബലക്ഷ്മി അത് അവരുടെ ആത്മാവ് എന്നോട് പൊറുക്കില്ല ഞാനത് ചൊല്ലിയാൽ. എന്നാലും ഞാൻ പറയാം വേർഡ്സ്. കൗസല്യ സുപ്രജ രാമ എന്നാണ് വിളിക്കുന്നത്, ദുഷ്പ്രജ എന്നല്ല, അശ്രീകരമേ എന്നല്ല. സുപ്രജ രാമ പൂർവസന്ധ്യാ പ്രവർത്തതേ, കിഴക്കേ സന്ധ്യാകാശത പ്രകാശിച്ചു വരുന്നു. ഉത്തിഷ്ഠോത്തിഷ്ഠ രാജേന്ദ്ര,
ഉത്തിഷ്ഠ ഗരുഡധ്വജ ഉത്തിഷ്ഠ കമലാകാന്ത ത്രൈലോക്യം മംഗളം ഗുരു. ഇതിനേക്കാൾ ഉദാത്തമായി എന്ത് സന്ദേശമാണ് ഒരമ്മയ്ക്ക് മകനെ വിളിച്ചുണർത്തുമ്പോൾ കൊടുക്കാനുള്ളത്? നാളെ രാജാവാകേണ്ട മകനല്ലേ? കർത്തവ്യം ദൈവമാന്തികം, ഈശ്വര ഇച്ഛ അനുസരിച്ച് കർത്തവ്യം അനുഷ്ഠിക്കേണ്ടവനല്ലേ? അത് ഉത്തിഷ്ഠ രാജേന്ദ്ര ഉത്തിഷ്ഠ ഗരുഡധ്വജ ത്രൈലോക്യം മംഗളം ഗുരു. 3 ലോകത്തിനും ത്രൈലോക്യം മംഗളം ചെയ്യാൻ വേണ്ടി അല്ലയോ മകനെ ഉണർന്ന് എഴുന്നേൽക്കൂ. ഇതിനേക്കാൾ ഉദാത്തമായ സന്ദേശം എന്താ? നമ്മൾ എങ്ങനെയാണ് കുട്ടികളെ വിളിച്ചുണർത്തുന്നത്? സൂര്യൻ ഉദിച്ച് അവിടെ എത്തി ഇവിടെ എത്തി എന്നൊക്കെ പറയുന്ന ആളുകളില്ലേ? എത്ര പരിതാപകരമാണ്. നമ്മളെ കുട്ടിക്ക് എന്ത് സന്ദേശമാണ് കിട്ടുന്നത് നിങ്ങളൊന്ന് ആലോചിക്കാൻ വേണ്ടി ഞാനിത് പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനത്തെ സന്ദേശമൊന്നും അല്ല കുട്ടിക്ക് വേണ്ടത്. കുട്ടിക്ക് നല്ല സന്ദേശം കിട്ടണം. ഈയിടെ നമ്മുടെ, ഞാൻ സ്കൂളിൻ്റെ പേരൊന്നും പറയുന്നില്ല, ഞാൻ ആരെയും ടാർണിഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു കുട്ടി സ്കൂളിലെ റാഗിങ് കാരണം അവനെ ക്ലോസറ്റിലൊക്കെ മുഖം പിടിച്ച് താഴ്ത്തി സഹിക്കാൻ വയ്യാതെ ആ കുട്ടി ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തത് നമ്മുടെ മാധ്യമങ്ങളൊക്കെ ആഘോഷിച്ചൊരു വാർത്തയാണല്ലോ. ഈ വാർത്തയിൽ തുടർന്ന് ചർച്ചകളിൽ ഇടയ്ക്കൊക്കെ ഒന്ന് കാണാൻ ഇട വന്നു ടി വിയിൽ. അതിൽ പറയുന്നത് ആ കുട്ടിയുടെ സ്കൂളിലുണ്ടായ ദുരനുഭവങ്ങളെ അമ്മ അറിയുന്നത് കുട്ടിയുടെ കൂട്ടുകാരുടെ ഇൻസ്റ്റാഗ്രാം മെസ്സേജ് പുറത്ത് വന്നപ്പോൾ മാത്രമാണ്. അമ്മയോട്, സ്വന്തം അമ്മയോട് കുട്ടിക്കുണ്ടായ വിദ്യാലയത്തിന് പുറത്തോ ഉണ്ടായ മറ്റുള്ളവരിൽ നിന്നോ ഉണ്ടായ അസംതൃപ്തമായ അനുഭവം ഷെയർ ചെയ്യാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ഇംഗ്ലീഷ് പറഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവസരമുണ്ടായിരുന്നില്ല എന്നും, എന്തുകൊണ്ടുണ്ടായില്ല? നമ്മൾ കണ്ണ് തുറന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടുണ്ടായില്ല? അത് വളരെ ചിന്തോദ്ദീപകമായ ഒരു ചോദ്യമാണ്, നിങ്ങളോടുള്ള ചോദ്യമാണ്. കുട്ടിക്കുള്ള പ്രശ്നങ്ങൾ അമ്മയോട് പറയുന്നതിൽ കുട്ടിക്ക് വിഘാതമായി നിന്ന കുടുംബ അന്തരീക്ഷം എന്ത് നമ്മൾ ശ്രദ്ധിക്കണം, അത് വിലയിരുത്തണം. മാത്രമല്ല അമ്മ എന്തുകൊണ്ട് ഇത് ചോദിച്ചില്ല എന്ന് അമ്മമാരോട് ഞാൻ ചോദിക്കുകയാണ്. അച്ഛനും അമ്മയും എന്തുകൊണ്ട് വിദ്യാലയത്തിലെ അനുഭവങ്ങൾ കുട്ടിയോട് ചോദിച്ചില്ല? കുട്ടിയുടെ മുഖം ഒന്ന് വാടിയാൽ തിരിച്ചറിയണ്ടേ അമ്മ? കുട്ടി സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പം മ്ലാനതയുണ്ടെങ്കിൽ അത് തിരിച്ചറിയാൻ കഴിയാത്ത അമ്മയെ അമ്മ എന്ന് വിളിക്കാമോ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അരോചകമാകുന്നുണ്ടെങ്കിൽ ഉദ്ദേശശുദ്ധിയെ മാനിച്ചുകൊണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കുക, പറയാതിരിക്കാൻ വയ്യ. എന്തുകൊണ്ട് ഈ സാഹചര്യമുണ്ടായി? കമ്മ്യൂണിക്കേഷൻ. വീടുകളിൽ സൈക്കോളജിയിൽ ഞങ്ങൾ പറയുക ക്വാളിറ്റി ടൈം എന്നാണ്. ക്വാളിറ്റി ടൈം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നൊരു സാഹചര്യം, ഒരു ദുരവസ്ഥ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. എന്താ ഈ ക്വാളിറ്റി ടൈം? അച്ഛനും അമ്മയും മക്കളും എല്ലാവരും കൂടി കൂടുമ്പോൾ എല്ലാവരും ആഹ്ലാദിക്കുന്ന സമയത്തിനാണ്. അതൊരു ഉത്സവം പോലെയാണ്. അച്ഛനും അമ്മയും മക്കളും എല്ലാവരും കൂടിയ ആകെ ശബ്ദവും ബഹളവും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കലും, എന്തൊരു നല്ല അന്തരീക്ഷമാണ്. അങ്ങനെ ഒരു അന്തരീക്ഷം എത്ര വീടുകളിലുണ്ട്? ആത്മപരിശോധന നടത്തേണ്ടതാണ്. എത്ര വീടുകളിൽ അങ്ങനെ ഒരു അന്തരീക്ഷം? ഇത് പരസ്പരം മാന്തുക, ചൊറിയുക, പിന്നെ മാന്തി കീറുക, അങ്ങനെ പറയണം. അത് കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക. അത്തരം സന്ദേശമാണോ കുട്ടിക്ക് കിട്ടേണ്ടത്? കുട്ടിക്ക് എല്ലാം തുറന്ന് പറയാം എൻ്റെ പ്രശ്നങ്ങൾ. കമ്മ്യൂണിക്കേഷൻ, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് കുട്ടിയുടെ മുഖത്ത് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. ബോഡി ലാംഗ്വേജ് നമ്മൾ പറയുമല്ലോ, ശരീരഭാഷയിൽ നിന്ന് കുട്ടി അനുഭവിക്കുന്ന സംതൃപ്തവും അസംതൃപ്തവുമായ അനുഭവങ്ങളെ നമുക്ക് നിരീക്ഷിക്കാൻ പറ്റും. അത് പറ്റുന്നില്ലെങ്കിൽ അത് നമ്മുടെ പരാജയമായി നമ്മൾ അംഗീകരിച്ചേ തീരും. പിന്നെ നമ്മൾ കുറ്റപ്പെടുത്തുന്ന നമ്മുടെ കയ്യിലുണ്ടെങ്കിലേ നമുക്ക് കൊടുക്കാൻ പറ്റൂ. നിങ്ങൾ എന്നോട് 100 രൂപ വായ്പ ചോദിച്ചാൽ 500 രൂപയെങ്കിലും എൻ്റെ കയ്യിലുണ്ടായാലേ എനിക്ക് 100 രൂപ, അറ്റ്ലീസ്റ്റ് 200 രൂപയെങ്കിലും എൻ്റെ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് 100 രൂപ നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ. ഞാനിത് പറഞ്ഞത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയും കുട്ടികളോട് ചെയ്യരുത് എന്ന് പറയുകയും ചെയ്യുന്ന സാഹചര്യം ഒരുപാടുണ്ട്. നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ കയ്യിൽ ഇവിടെ ഷെൽഫിലൊരു പുസ്തകമുണ്ട്, ഞാൻ വേണം ഇപ്പോൾ എടുത്ത് കാണിച്ചു തരാം. ഗിൽമർ എന്ന പേരുള്ള ആളെ എഴുതിയ സൈക്കോളജി എന്ന പേരുള്ള വലിയൊരു പുസ്തകമാണ്, എൻ്റെ ഷെൽഫിലുണ്ട്. ഗിൽമർ എഴുതിയ അമേരിക്കക്കാരനാണ്. അതിൽ ഒരു കൗമാരക്കാരൻ
ഞാൻ ഈ കമ്മ്യൂണിക്കേഷൻ്റെ കാര്യമാണ് പറയുന്നത്. ഒരു കൗമാരക്കാരനും അവൻ്റെ അനിയത്തിയും അച്ഛനും അമ്മയും ഡൈനിങ് ടേബിളിലിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡൈനിങ് ടേബിളിലിരിക്കുന്നതിന് വേണ്ടിയാണല്ലോ. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ അച്ഛൻ മകനെ എന്തോ ഒന്ന് ഉപദേശിച്ചു. കൗമാരക്കാരനാണല്ലോ. ഉടനെ മകൻ്റെ ചോദ്യം അച്ഛൻ്റെ മുഖത്തേക്ക്, വാട്ട് റൈറ്റ് യു ഹാവ് ടു അഡ്വൈസ് മീ എന്നാ. അപ്പോൾ അച്ഛൻ അത് ഷോക്കായി. അച്ഛൻ ചോദിച്ചു, വൈ മൈ ചൈൽഡ്, യു മീൻ ഐ ഡോണ്ട് ഹാവ് എൻ റൈറ്റ് ടു അഡ്വൈസ് യു? എന്താ മോനെ, എന്നെ ഉപദേശിക്കാൻ എനിക്ക് യാതൊരു അർഹതയില്ലേ? ഐ മീൻ ഇറ്റ് എന്നാണ് ചെക്കൻ്റെ മറുപടി. ഐ മീൻ ഇറ്റ് എന്നാണ്, അത് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അമ്മ ഇടപെടുമല്ലോ, നമ്മുടെ കുടുംബം ആരെങ്കിലും അമ്മ ഇടപെട്ട് ചോദിച്ചു, എന്താണ് അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അപ്പോൾ ഈ കൗമാരക്കാരൻ മറുപടി പറയാണ്, ഐ ഹേർഡ് ഹിം അഡ്വൈസ് മൈ സിസ്റ്റർ യെസ്റ്റർഡേ. എന്തായിരുന്നു മോളെ അച്ഛൻ നിനക്ക് തന്ന ഉപദേശം എന്നല്ലേ മോളോട് ചോദിക്കുക. മോൾക്ക് ഓർമ്മയില്ല. എന്തായിരുന്നു നിങ്ങൾ കൊടുത്ത ഉപദേശം? അച്ഛനോട് നേരിട്ട് അമ്മ ചോദിക്കുകയാണ്. ഉപദേശം കൊടുത്ത അച്ഛനും അറിയില്ല ഉപദേശം എന്താണ് കിട്ടിയതെന്ന്, ഉപദേശം കേട്ട മകൾക്കും അറിയില്ല. അവസാനം മകനോട് തന്നെ ചോദിക്കുക, എന്തായിരുന്നു മകനെ? ഇത് ഞാൻ ഉണ്ടാക്കി പറയല്ല, ഞാൻ വേണപ്പോൾ എടുത്ത് പേജ് കാണിച്ചു തരും. അപ്പോൾ മകൻ പറയുകയാണ്, അച്ഛൻ ഉപദേശിച്ചതോ, മകളെ നീ ക്ലാസ്സിൽ കൂട്ടുകാരോട് പെൻസിലും പേപ്പറും ഒന്നും മോഷ്ടിക്കരുത്. നിനക്ക് പെൻസിലും പേപ്പറും എത്ര വേണമെങ്കിലും, യു ടെൽ മീ, ഐ ഹാവ് ഇനഫ് ഓഫ് പെൻസിൽസ് ആൻഡ് പേപ്പേഴ്സ് ഇൻ മൈ ഓഫീസ് എന്നാണ്. പിടികിട്ടിയോ? എൻ്റെ ഓഫീസിൽ ഇഷ്ടം പോലെ പെൻസിലും പേപ്പറും ഉണ്ട്, ഞാൻ മോഷ്ടിച്ചോളാം, നീ മോഷ്ടിക്കണ്ട എന്ന് മകളെ ഉപദേശിച്ച അച്ഛന് എന്നെ ഉപദേശിക്കാൻ യാതൊരു അർഹതയുമില്ല എന്നാണ് ഈ കൗമാരക്കാരൻ പൊട്ടിത്തെറിച്ചത്. കുട്ടികൾ നമ്മളെക്കാൾ പ്രിയപ്പെട്ടവരെ സൂക്ഷ്മഗ്രാഹ്യം, എസിമുലേഷൻ പവർ എന്ന് ഇംഗ്ലീഷ് പറയും, ഗ്രഹിക്കാനും അത് ഇത് സ്വായക്തമാക്കാനും സാംശീകരിക്കാനും ഒക്കെ കുട്ടികൾക്കുള്ള കഴിവ് അപാരമാണ്. അതുകൊണ്ടാണല്ലോ ദ മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് സിംബോളിക് സിസ്റ്റം ഭാഷ അവർ കൈവശാക്കുന്നത്. നിങ്ങൾ ആസാമിൽ പോയിട്ട് നിങ്ങൾ 5 കൊല്ലം വേണ്ട 10 കൊല്ലം താമസിക്കൂ, നിങ്ങൾ സംസാരിക്കുന്ന ആസാമീസ് ഭാഷ മലയാളിയുടെ ആക്സൻറ്റിലായിരിക്കും. എന്നാൽ നിങ്ങളുടെ കൂടെയുള്ള കുട്ടി, 1.5 വയസ്സുള്ള കുട്ടി, ആ 10 കൊല്ലം കൊണ്ട് നാറ്റീവ് സ്പീക്കറായ ആസാംകാരൻ സംസാരിക്കുന്ന അതേ ആക്സൻറ്റിൽ സംസാരിക്കും. മിലിറ്ററി ക്യാമ്പുകളിൽ കുട്ടികൾ ഒരുപാട് ഭാഷ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഹൈദരാബാദിൽ മിലിറ്ററി ക്യാമ്പിൽ നിന്ന് ഒരു കുട്ടിയെ എനിക്ക് ട്രെയിനിൽ വെച്ച് പരിചയപ്പെടാൻ, മലയാളം പറയുന്നുണ്ട്, തെലുങ്ക് പറയുന്നുണ്ട്, കന്നഡ പറയുന്നുണ്ട്, തമിഴ് പറയുന്നുണ്ട്, ഹിന്ദി. സർദാർജി കയറിയപ്പോൾ ഹിന്ദിയാണ് സംസാരിക്കുന്നത് അവൻ വഴിയിൽ നിന്ന്. അപ്പോൾ ഇങ്ങനെ സംസാരിക്കാൻ കുട്ടിക്ക് കഴിയും. ഭാഷ ഇംഗ്ലീഷ്, അമ്മയോട് അവന് ഇംഗ്ലീഷാണ് പറയുന്നത്, അമ്മയ്ക്ക് മലയാളം അറിയില്ല. അമ്മ ഒരു ഇംഗ്ലീഷുകാരിയുടെ വേഷമൊക്കെയാണ് അമ്മയ്ക്ക്, അമ്മയോട് അവൻ ഇംഗ്ലീഷാണ് പറയുന്നത്. അപ്പോൾ ഈ കോംപ്ലിക്കേറ്റഡ് സിംബോളിക് സിസ്റ്റം എന്നാണ് ഭാഷയെക്കുറിച്ച് പറയുന്നത്. കോംപ്ലക്സ് ആയിട്ടുള്ള ഈ ഭാഷയൊക്കെ കുട്ടികൾ എത്ര പെട്ടെന്നാണ് സംശീകരിക്കുന്നത്. കമ്പ്യൂട്ടർ, എൻ്റെ ഈ ഫോൺ നിങ്ങൾ ഏൽപ്പിച്ചാൽ ഒരുപക്ഷെ ഇതിൻ്റെ ഫങ്ഷൻ നിങ്ങൾ പഠിക്കാൻ സമയമെടുക്കും. എന്നാൽ ഒരു കുട്ടിക്ക് കൊടുത്താൽ കുട്ടി ഈ ഞാനിപ്പോൾ പറയാറുണ്ട്, ഈ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് LAD എന്ന് ഒരു മനഃശാസ്ത്രജ്ഞന്മാർ, ഈ ലിംഗ്വിസ്റ്റിക് വിദഗ്ധരൊക്കെ പറയുന്ന ഒരു പ്രയോഗമുണ്ട്. ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്ന് പറയും. നമ്മളെ മസ്തിഷ്കത്തിൽ ബ്രെയിനിൻ്റെ ലെഫ്റ്റ് ഹെമിസ്ഫിയറിൽ ബ്രോക്കാസ് ഏരിയ, വെർണിക്സ് ഏരിയ എന്നൊക്കെ പറഞ്ഞ ചില ഭാഗങ്ങളുണ്ട്. ആ ഭാഗങ്ങൾ മനുഷ്യന് മാത്രമുള്ളതാണ്, ചിമ്പാൻസിക്ക് പോലും ഇല്ലാത്രേ ഭാഷ പിടിച്ചെടുക്കാനല്ലേ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റേതായ ഒരു പുതിയ പ്രയോഗം, അത് നമ്മളത്ര പോപ്പുലർ ആളല്ലാത്തതുകൊണ്ട് അതായിട്ടില്ല. ഞാൻ CAD എന്നാണ് ഇപ്പോൾ പറയുക, LADക്ക് പകരം. CAD എന്ന് പറഞ്ഞാൽ സൈബർ അക്വിസിഷൻ ഡിവൈസ്. കുട്ടികൾക്ക് ജന്മനാ തന്നെ ഇത് പെട്ടെന്ന് LKG വേണ്ട, ഈ പാല് കുടിക്കുന്ന കുട്ടികൾ പോലും ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പഠിക്കുകയാണ്. അപ്പോൾ കുട്ടിക്ക് ആ സ്വീകരണക്ഷമത പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ഉദാഹരണമൊക്കെ പറയുന്നത്. കുട്ടികൾക്ക് ഇത് എസിമുലേറ്റ് ചെയ്യാനും സ്വീകരിക്കാനും അനുകരിക്കാനും നല്ല മാതൃകകൾ കാണിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. എൻജിനീയർ സിമൻറ്റ് ലോഡ് അടക്കം കൈക്കൂലി വാങ്ങുന്നതും
കോൺട്രാക്ടറോട് കൈക്കൂലി വന്നതും കണ്ട് വളരുന്ന കുട്ടി നാളെ ഒരു ഡോക്ടറായാൽ അയാൾ കിഡ്നി മോഷ്ടിക്കും, സർജറി നടത്തണമെങ്കിൽ അയാൾ പൈസ വാങ്ങും. അയാൾ നാളെ എൻജിനീയർ ആയാൽ അയാൾ ഉണ്ടാക്കുന്ന പാലം കൊച്ചിയിൽ ഉണ്ടാക്കി പൊളിച്ച് പണിയേണ്ടി വന്ന്, ഞാൻ വ്യക്തമായിട്ടൊന്നും പറയുന്നില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പാലം പോലെയുള്ള പാലമാവും. അതുകൊണ്ട് നല്ല മാതൃകകൾ കുട്ടികൾക്ക് കൊടുക്കാൻ നമ്മൾ പരാജയപ്പെടുന്നത് ദുരന്തത്തിലേക്ക് വഴിവെക്കും. അവർക്ക് അശുഭകരമായ ആസക്തികളിലേക്ക്, ഈ മദ്യം മയക്കുമരുന്ന് ആസക്തിയിലേക്ക് വഴിവെക്കുന്നു. ലോകത്തിലെ പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നതിന് ആധികാരികത വരുത്താൻ വേണ്ടി പറയട്ടെ. എഡ്വിൻ സദർലാൻഡ് എന്ന് പേരുള്ള ഒരാൾ, അമേരിക്കൻ ക്രിമിനോളജിസ്റ്റാണ്, ലോക പ്രശസ്തനാണ്. അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് ക്രിമിനോളജി എന്ന പുസ്തകം ലോകത്തിൻ്റെ പല ഭാഗത്തും പാഠപുസ്തകമായിട്ട് യൂണിവേഴ്സിറ്റികളിലൊക്കെ ഞാൻ പഠിച്ച പുസ്തകമാണ്. അതിൽ ഹോം ആൻഡ് ക്രിമിനാലിറ്റി എന്നൊരു ചാപ്റ്റർ തന്നെ ഉണ്ട്. വീട്ടിലെ അന്തരീക്ഷം കുറ്റവാസനയ്ക്ക് എത്രത്തോളം പ്രേരകമാവുന്നു എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പുസ്തകം മാത്രമല്ല, സിറിൽ ബർട്ട് എഴുതിയത് യങ് ഡെലിംഗൻ്റ് എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്, ബ്രിട്ടീഷുകാരനാണ്. ആ പുസ്തകത്തിൽ കുടുംബ സാഹചര്യം ക്രിമിനാലിറ്റി എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പുസ്തകത്തിൻ്റെ പേര് സദർലാൻഡിൻ്റെ പുസ്തകത്തിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ക്രിമിനോളജി എന്നാണ്. രണ്ടാമത് യങ് ഡെലിംഗ്വൻ്റ് എന്ന് പറഞ്ഞ പുസ്തകം, ജുവനൈൽ ഡെലിംഗ്വൻസി എന്ന് പേരുള്ള ട്രാജനോവിസ്കിയുടെ പുസ്തകമുണ്ട്. നോക്കണം, പല രാജ്യങ്ങളിലുള്ള ആൾക്കാരെ ഞാൻ പറയുന്നത്. ട്രാജനോവിസ്കി എന്ന് പേര് കേട്ടാൽ തന്നെ റഷ്യക്കാരനാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഈ അമേരിക്ക കുടിയേറിയ റഷ്യക്കാരനാണ്. അപ്പോൾ ഈ ലോകത്തിൻ്റെ പല ഭാഗത്തും ഗവേഷകർ കണ്ടുപിടിച്ചിരിക്കുന്നത് ഈ കുടുംബ സാഹചര്യം കട്ട് ആൻഡ് ത്രസ്റ്റ് ഓഫ് ഹോം ലൈഫ് എന്നാണ് പറയുന്നത്. കട്ട് ആൻഡ് ത്രസ്റ്റ്, സംഘർഷഭരിതമായ ബ്രോക്കൺ ഹോം എൻവയൺമെൻറ്റ് എന്നൊരു പ്രയോഗമുണ്ട്. ബ്രോക്കൺ ഹോം എന്ന് പറഞ്ഞാൽ ഓട് പൊട്ടിയതല്ല, തറ പൊട്ടിയതല്ല, ചുമര് പൊട്ടിയതല്ല, വൈകാരിക ബന്ധം, അച്ഛനമ്മമാർ തമ്മിലുള്ള വൈകാരിക ബന്ധത്തിന് വിള്ളലേറ്റ കുടുംബത്തിനെയാണ് ബ്രോക്കൺ ഹോം എന്ന് പറയുക. ദ മോസ്റ്റ് ഫെർട്ടൈൽ ഗ്രൗണ്ട് ഫോർ ക്രിമിനാലിറ്റി. നോട്ട് ഓൺലി ക്രിമിനാലിറ്റി, അതായത് കുറ്റവാസനയ്ക്ക് ഏറ്റവും ഫലഭൂയിഷ്ടമായ മണ്ണാണ് ഈ ബ്രോക്കൺ ഹോം എൻവയൺമെൻ്റ് എന്നത്. ഈ ബാലകൃഷ്ണൻ പേര് ചെറിയ മനുഷ്യൻ, ഞാൻ പറഞ്ഞതല്ല. ലോകത്തിൻ്റെ പല ഭാഗത്തും ക്രിമിനൽ സൈക്കോളജിസ്റ്റിൻ്റെ ഗവേഷണങ്ങൾ സംശയരഹിതമായി പ്രഖ്യാപിച്ച ഒരു വസ്തുതയാണിത്. ഇത് നമ്മൾ തിരിച്ചറിയണം. കുട്ടികൾ മയക്കുമരുന്ന് കഴിക്കുന്നത് സിനിമ കണ്ടിട്ടാണ്, അല്ലെ അക്രമം കാണിക്കുന്നത്, അടി കൂടുന്നത് സിനിമ കണ്ടിട്ടാണ്, സോഷ്യൽ മീഡിയ കണ്ടിട്ടാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയില്ല. അതിന് കുട്ടിക്കാലത്ത് ഏർലി ചൈൽഡ്ഹുഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിലെ ഏറ്റവും നിർണായകമായ കാലഘട്ടം, ക്രിട്ടിക്കൽ പീരീഡ്, ഇംപ്രിൻറ്റിങ് പീരീഡ്, ഫ്ലെക്സിബിൾ പീരീഡ്, ഫോർമാറ്റീവ് പീരീഡ്, ഫൗണ്ടേഷൻ പീരീഡ് എന്നൊക്കെ പറയാൻ കാരണം അതാണ്. ആ പീരീഡിൽ കുട്ടിക്ക് നല്ല സന്ദേശം കിട്ടും, നല്ല ബന്ധങ്ങൾ കെട്ട് വളരണം. കുട്ടികൾ പ്രോത്സാഹനജനകമായ ഒരന്തരീക്ഷത്തിൽ കുട്ടികൾ വളർന്നു വരണം. അതിന് പകരം ഈ നെഗറ്റീവ്സ്, ഓടല്ലേ എന്ന് പറയേണ്ടതിന് ഒരു വീഴാതെ നോക്കണേ എന്ന് പറഞ്ഞൂടെ, അപ്പോൾ പോസിറ്റീവായില്ലേ? പറയുന്നത് സെയിം അല്ലേ? ഓടല്ലേ മോനെ, അല്ലെ കത്തി എടുക്കല്ലേ മോനെ എന്ന് പറയേണ്ടതിന് പകരം കത്തി മൂർച്ച ഉള്ളതാണ്, കൈ മുറിയാൻ സാധ്യത ഉണ്ട്, നോക്കണേ എന്ന് പറഞ്ഞൂടെ? അത് പറയുന്ന രീതി നമ്മൾ ഈ പെട്ടെന്ന് നെഗറ്റീവ്സാണ് നമുക്ക് വരിക, അതെന്താണെന്നറിയില്ല. അപ്പോൾ ഈ കുടുംബ ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ്. കുടുംബത്തിൽ ക്വാളിറ്റി ടൈം ഉണ്ടാവണം. പരസ്പരം കുറ്റം പറയേണ്ട സാഹചര്യം പോലും കുട്ടികൾ കേൾക്കാതെ സ്വകാര്യതയിൽ പറയണം. അങ്ങനെയൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ വിമർശിക്കേണ്ടി വരും. പിന്നെ സ്വന്തം ജീവിത പങ്കാളിയെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അപഹസിക്കുന്ന പ്രവണത പല കുടുംബങ്ങളിലും കാണുന്നുണ്ട്. ആരെങ്കിലും വിരുന്നുകാർ വരുമ്പോഴാണ് ഇവളങ്ങനെയാണ്, അല്ലേ ഇവിടെ സഹിച്ചൂടാ എനിക്ക് തുടങ്ങിയുള്ള കമൻറ്റുകൾ, അതൊക്കെ വല്ലാതെ ദോഷം ചെയ്യും. നമ്മൾ തിരിച്ചറിയണം. അതൊക്കെ നമ്മുടെ ഈ സ്വകാര്യതയിൽ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഒരിക്കലും ജീവിത പങ്കാളിയെ ന്യായീകരിച്ചുകൊണ്ടല്ലാതെ സംസാരിക്കരുത്. അങ്ങനെയുള്ള ചില ബന്ധങ്ങൾ നോക്കൂ. മാരിറ്റൽ സ്കീസം എന്നൊരു പ്രയോഗമുണ്ട്. പുറമേ നിന്ന് കാണുന്നവർക്ക് നല്ല ബന്ധം,
പുറമേ നിന്ന് കാണുന്നൊരു ഒരേ കാർ കയറി അതാ പോണ, സിനിമയ്ക്ക് അതാ പോണ, ബീച്ചിൽ അതാ പോകുന്ന, അടിപൊളി. പക്ഷേ ഉള്ളിൽ ഇങ്ങനെ സമ്മർദ്ദം കൂടിയിട്ട് പൊട്ടിത്തെറിയുടെ വക്കിലെത്തി നിൽക്കുന്ന പല കുടുംബങ്ങളുടെയും സാഹചര്യത്തെ മനഃശാസ്ത്രജ്ഞർ വിശേഷിപ്പിച്ച വാക്കാണ് മാരിറ്റൽ സ്കീസം എന്ന്. അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. അങ്ങനത്തെ ഒരവസ്ഥ. അന്യോന്യം ഇങ്ങോട്ട് സമർപ്പണം കണ്ട് വേണം കുട്ടികൾ വളരുക. ഭാര്യയുടെ ജീവിതം ഭർത്താവിൻ്റെ ക്ഷേമത്തിന് വേണ്ടിയാണ്, നന്മയ്ക്ക് വേണ്ടിയാണ്. ഭർത്താവിൻ്റെ എല്ലാ ചെയ്തികളും ഭാര്യയുടെ താല്പര്യത്തിന് അനുസൃതമാണ് എന്ന് കണ്ട് വളരുന്ന കുട്ടികളിൽ ക്രിമിനൽ ബിഹേവിയർ ഉണ്ടാവില്ല, ആൽക്കഹോളിസം ഉണ്ടാവില്ല, ഡ്രഗ് അബ്യൂസ് ഉണ്ടാവില്ല, എഗ്രഷൻ തീരെ ഉണ്ടാവില്ല. അതാണ് എനിക്ക് ഈ സന്ദേശത്തിലൂടെ പറയാനുള്ളത്. നമ്മുടെ കുട്ടികളുടെ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് എന്ന് വെച്ചാൽ കുട്ടികളുടെ വ്യക്തിത്വത്തിലെ സമസ്ത മണ്ഡലങ്ങളിലെയും വികാസം ലക്ഷ്യം വെച്ചുകൊണ്ട്, അത് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, ക്യാരക്ടർ ഡെവലപ്മെൻറ്റ്, പിന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസപരമായ ഈ മുന്നേറ്റം, വൈകാരികക്ഷമത, ഇമോഷണൽ ഡെവലപ്മെൻറ്റ്, EQ ഡെവലപ്മെൻറ്റ് എന്ന് പറയും, ഇമോഷണൽ കോഷ്യൻ്റ് ഡെവലപ്പ് ചെയ്യൽ. അതില്ലാത്തതിൻ്റെ പേരിലാണ് എല്ലാ പ്രശ്നവും ഉണ്ടാകുന്നത്. സ്വയം നിയന്ത്രിക്കാനുള്ള കഴിവ്, മറ്റുള്ളവരുടെ വികാരങ്ങൾ ഉൾക്കൊള്ളാനുള്ള കഴിവ്, ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിനെപ്പറ്റി തന്നെ വേണം നമുക്കൊരു ക്ലാസ് ഇമോഷണൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് എടുക്കാം. പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഇതെല്ലാം നമുക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു പാക്കേജാണ് ഈ ഇൻബൈറ്റ് അക്കാഡമി. അത് പലരും കേട്ടിട്ടുണ്ടാവില്ല. അവർ ഇൻബൈറ്റ് അക്കാഡമി എന്ന പേരിൽ ലോഞ്ച് ചെയ്യുന്നത്. അത് നമ്മുടെ കുട്ടികളുടെ സമഗ്ര വികാസത്തിന്, വിദ്യാഭ്യാസപരമായ മുന്നേറ്റത്തിന്, അതായത് സ്കൂൾ വിഷയങ്ങൾ പഠിക്കുന്ന കാര്യത്തിൽ ഊന്നൽ കൊടുക്കുന്നുണ്ട്. കുട്ടികളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൽ, കരിയർ ഡെവലപ്മെൻറ്റിൽ, ബിഹേവിയറൽ ഡിസോർഡേഴ്സ് ഇല്ലാതാക്കൽ, ലേണിംഗ് ഡിസബിലിറ്റി അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അതായത് ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ തുടങ്ങിയ പ്രശ്നങ്ങൾ ഇങ്ങനെ ഒരുപാടുണ്ടല്ലോ. ഇങ്ങനെ സമഗ്രമായ വിദ്യാഭ്യാസ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളെയും സവിസ്തരം പഠിച്ചുകൊണ്ട് അതിനൊക്കെ ഇതുപോലെ ഓൺലൈൻ സെഷനിലൂടെ രക്ഷിതാക്കളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും ടീച്ചേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും കുട്ടികൾ പരസ്പരം ഇൻട്രാക്ട് ചെയ്യാനും ഒക്കെയുള്ള വേദി ഒരുക്കിക്കൊണ്ടുള്ള ഒരു സംരംഭമാണ് ഇൻബൈറ്റ് അക്കാഡമി ഓഫർ ചെയ്യുന്നത്. അത് നഷ്ടപ്പെടുത്താതെ നമ്മൾ വിനിയോഗിക്കുന്നത് നമ്മുടെ കുട്ടികളുടെ നന്മയ്ക്കും നമ്മുടെ തന്നെ നന്മയ്ക്കും ഫലപ്രദമായ സംഭാവന നൽകും എന്ന് വിശ്വസിക്കുന്നു. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയട്ടെ. ഇന്ന് ഞാൻ പ്രസൻറ്റ് ചെയ്തതിനെ സംബന്ധിച്ച് നിങ്ങൾക്കുള്ള സംശയങ്ങൾ എന്തുണ്ടെങ്കിലും അത് ചോദിക്കാം. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ എല്ലാ സംശയങ്ങൾക്കും മറുപടി പറയാൻ പറ്റുമെന്നൊന്നും അവകാശപ്പെടുന്നില്ല. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ വിത്തിൻ മൈ ലിമിറ്റേഷൻസ് ഞാനതിന് മറുപടി പറയാൻ ശ്രമിക്കാം. മാത്രമല്ല, തുടർന്നുള്ള സെഷനുകളിലും ഇത്തരം സംവാദങ്ങളിൽ എൻ്റേതായ പങ്കാളിത്തം ആരോഗ്യമുള്ളിടത്തോളം കാലം ഉണ്ടാവും എന്നും കൂടി ഉറപ്പ് പറയട്ടെ. നമുക്ക് ഒരുപാട് കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനുണ്ട്. സമയപരിമിതി മൂലം നമ്മളിവിടെ നിർത്താൻ നിർബന്ധിതരാണ്. സാറ് നേരത്തെ സ്പീച്ചിൽ പറഞ്ഞിരുന്നു ഈ ക്വാളിറ്റി ടൈം വീട്ടിൽ സ്പെൻഡ് ചെയ്യണം എന്നുള്ളത്. ഇപ്പം പലപ്പോഴും പല കുടുംബങ്ങളും നമ്മളിപ്പോൾ ബ്രോക്കണാണ്. ഇപ്പോൾ സാറ് പറഞ്ഞതനുസരിച്ചിട്ട് നോക്കുമ്പോൾ പലയിടത്തും ബ്രോക്കണാണ്. ഈ ബ്രോക്കണായ ഫാമിലിയിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് ഒരു സൊല്യൂഷനിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഡിസ്റ്റോർട്ടഡ് ആയിട്ട് കിടക്കുന്ന പല എൻവയറമെൻറ്റും ഉണ്ട് നമ്മുടെ വീട്ടിലുള്ളത്. അതിനെ നമുക്ക് കൂട്ടിച്ചേർത്ത് കൊണ്ടുവരാൻ പറ്റിയ ഒരു സൊല്യൂഷൻ അതെന്താണ്? ഇപ്പോൾ കാരണം ഇത് പെട്ടെന്ന് നമുക്ക് കുട്ടികളെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഇതുവരെ പോയിരിക്കുന്ന നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ആറ്റിറ്റ്യൂഡ് സഡൻലി നമ്മളൊരാൾ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അത് കുട്ടികൾ അക്സെപ്റ്റ് ചെയ്യും. ഇവിടെ എളുപ്പമല്ല, ഒന്നും എളുപ്പമല്ലല്ലോ. ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുക എന്ന അത്ര എളുപ്പമല്ല. ബിൽഡിംഗ് ഡിമോളിഷ് ചെയ്യാൻ എളുപ്പമാണ്. അതുപോലെ തന്നെയാണ് ഈ നമ്മുടെ ഈ റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ചെയ്യുക എന്നുള്ളത് വലിയ ചാലഞ്ചാണ്. അവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിനുള്ള വേദി ഉണ്ടാക്കുക. കുടുംബ സാഹചര്യത്തിൽ നിന്ന് ഇപ്പോൾ കുടുംബത്തിലെല്ലാവരും കൂടി
ആദ്യമേ പ്ലാൻ ചെയ്യുക, നമുക്കിങ്ങനെ ഒരു ട്രിപ്പ് പോവുക, എവിടെയെങ്കിലും ഒരു ട്രിപ്പ്. അത് ദീർഘദൂരമൊന്നും വേണമെന്നില്ല, ഒരു ബീച്ചിലേക്കോ. നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ കൂടിയിരിക്കുക, എന്നിട്ട് നമ്മൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ മെച്ചപ്പെടുത്താനാണ്. എന്തൊക്കെയാണ് പിന്നെ പരസ്പരം, അത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താനല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം ഇവിടെ മെച്ചപ്പെടുത്താനാണ് എന്ന് ധ്വനിപ്പിച്ചുകൊണ്ട്, അങ്ങനെ മുഖാമുഖം അങ്ങനെ നേരിട്ട് പറഞ്ഞോളണമെന്നില്ല, ഈ ഉദ്ദേശശുദ്ധി വ്യക്തമാക്കിക്കൊണ്ട് നമുക്ക് ഒരു കഴിയുമെങ്കിൽ 1-2 ദിവസം എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും റിസോർട്ടുകളിലൊക്കെ പോയി താമസിക്കാൻ സാമ്പത്തിക ശേഷി അനുവദിക്കുമെങ്കിൽ അങ്ങനെയൊക്കെ പോയി കമ്മ്യൂണിക്കേഷൻ ബിൽഡപ്പ് ചെയ്യുക. ഇപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, അച്ഛൻ്റെ മൊബൈലുമായിട്ട് ഒരു സൈഡിലിരിക്കും, അമ്മയുടെ മൊബൈലായിട്ട് വേറൊരു സൈഡിലിരിക്കും, കുട്ടികൾ വേറെ ഒരു റൂമിൽ അവരുടെ ഇഷ്ടമുള്ള ലോകത്ത് അവർ കഴിയും. അപ്പോൾ കമ്മ്യൂണിക്കേഷന് വീടുകളിലെ സാഹചര്യങ്ങളിൽ തന്നെ പ്രതിബന്ധമുണ്ടാകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട്. അത് മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ വിചാരിച്ചാൽ മാറ്റാം. അത് നാളെ മുതൽക്ക് നീ മൊബൈൽ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞാൽ മാറ്റാൻ കഴിയില്ല. അത് മാറ്റാൻ പറ്റില്ല. നമ്മൾ ആദ്യം മാതൃക കാണിക്കുക, എന്നിട്ട് പിന്നെ വീട്ടിൽ എല്ലാവരോടും അത് വീട്ടിൽ നമ്മൾ ചിലവഴിക്കുന്ന ആ സമയം അത് ക്വാളിറ്റി ടൈമാണ് എന്ന് ഓരോരുത്തരും തീരുമാനിക്കുക. ആദ്യം തീരുമാനിക്കേണ്ട അച്ഛനമ്മമാർ തന്നെയാണ്. നമ്മളുടെ ഈ ബോഡി ലാംഗ്വേജും നമ്മളുടെ പരസ്പരമുള്ള ആശയവിനിമയവും അനുകരണീയമായി ആണ് എന്ന്, കുട്ടികൾക്ക് അനുകരണീയമാണ് എന്ന്, ശാന്തമായ ഒരു അന്തരീക്ഷമാണ് നമ്മൾ സൃഷ്ടിക്കാൻ ഉദ്യമിക്കുന്നത് എന്ന് എല്ലാവരും ബോധ്യപ്പെട്ടാൽ ക്ലിയറായി. അതാണ് അതിൻ്റെക്കുള്ള സ്റ്റെപ്പ്. ഇപ്പോൾ പക്ഷേ നമ്മളിപ്പോൾ ഒരു കുട്ടി എന്ന് പറയുമ്പോൾ ഒന്ന് ഫാമിലിൻ്റെ ഭാഗം, ഒന്ന് സ്കൂളിൻ്റെ ഒരു ഭാഗം, ഒന്ന് സുഹൃത്തുക്കളുടെ ഒരു ഭാഗം, പിന്നെ ഒന്ന് സമൂഹത്തിൻ്റെ ഒരു ഭാഗം. അപ്പോൾ ഇതിൽ എവിടെയാണ് ഒരു കുട്ടിക്ക് അതിൻ്റെ പോരായ്മ വരുന്നത്, അല്ലെങ്കിൽ എവിടെയൊക്കെ ഈ കുട്ടിക്ക് ആ കുട്ടി ഉദ്ദേശിക്കുന്ന രീതിയിൽ നല്ലൊരു പൗരനായിട്ട് വരാൻ സാധിക്കും എന്നുള്ളൊരു കണക്ടിവിറ്റി. ആ കണക്ടിവിറ്റി ഇല്ലാത്തതാണ് ഇന്നത്തെ പ്രശ്നങ്ങൾക്ക് എല്ലാം പ്രോബ്ലം. അതായത് രക്ഷിതാക്കൾ അധ്യാപകരുമായിട്ട് ഇപ്പോൾ ആശയവിനിമയം നടത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ ചുറ്റും കാണുന്നതാണ് ഞാൻ പറയുന്നത്. പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ പോകും, അവിടുന്ന് കുട്ടിയെക്കുറിച്ച് അധ്യാപകർ കുറേ പരാതി പറയും. അത് കുട്ടിയോട് ഒരു ഗ്രഡ്ജോട് കൂടി എന്നെ വിളിച്ച് അപമാനിച്ചിട്ട് എന്നോട് കൗൺസിലിങ്ങിന് വന്ന അമ്മമാർ പറഞ്ഞിട്ട് നാണക്കേടായി, സ്കൂളിലേക്ക് പോകാൻ നാണക്കേടാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ നാണക്കേട് ഉണ്ടാക്കുന്ന രീതിയിൽ അധ്യാപകർ പെരുമാറുക, നാണക്കേട് കുട്ടിക്ക് കൂടുതൽ ഉണ്ടാക്കുന്ന അഗ്രവേറ്റ് ചെയ്യുന്ന രീതിയിൽ പിന്നെ അത് ആ പ്രതികരണം അമ്മയുടെ അച്ഛൻ്റെയും ഭാഗത്തു നിന്നുണ്ടാവുക. പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ കൊണ്ടുവരുന്ന കുട്ടിയെ നമ്മൾ എന്തായിരുന്നാലും കുട്ടിക്ക് അർഹത ഉള്ളത് കുട്ടിക്ക് കിട്ടുമല്ലോ, ഞാൻ പഠിച്ച സമയത്തും ഇങ്ങനെയൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന് ഓർമ്മിച്ചുകൊണ്ട് എന്ത് പറ്റി തമാശയിൽക്കൂടാ, നല്ല മാർക്കുണ്ടല്ലോ, 14 മാർക്കില്ലേ 100-ൽ മിടുക്കൻ, തമാശയാക്കുക, പരിഹസിക്കാനല്ല. നമുക്ക് പരിഹരിക്കണം, ഇത് എന്താ പറ്റിയതെന്നും എന്നെക്കൊണ്ട് കഴിയുന്ന മാതിരി ഞാൻ ഹെൽപ്പ് ചെയ്യുക എന്ന രീതി പ്രതികരിച്ചൂടെ. അങ്ങനെ കമ്മ്യൂണിക്കേഷൻ, അധ്യാപകർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷൻ, അതും പ്രശ്നമാണ്. അധ്യാപകർ പരസ്പരം കുറ്റപ്പെടുത്തുന്ന സ്കൂളുകളുണ്ട്, അത് വലിയ ദോഷം ചെയ്യും കുട്ടിക്ക്. പിന്നെ ഹെഡ് മാഷെ കുറ്റം പറയുന്ന സഹാധ്യാപകരുള്ള സ്കൂളുകളുണ്ട്, വളരെ ദോഷം ചെയ്യും. പിന്നെ ആ കമ്മ്യൂണിക്കേഷൻ, അധ്യാപകരും രക്ഷിതാക്കളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, കുട്ടികളും രക്ഷിതാക്കളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, അത് വളരെ പ്രധാനമാണ്. അത് നന്നാക്കുക, അപ്പോഴേ നമുക്ക് കാര്യം മനസ്സിലാവുള്ളൂ. എന്താണ് പ്രശ്നം, കുട്ടിക്ക് ഈ സ്കൂളിൽ നിന്ന് ഇന്ന അനുഭവം ഉണ്ടായി, അല്ലെ കൂട്ടുകാരിൽ നിന്ന് ഇന്ന അനുഭവം ഉണ്ടായി എന്നുള്ള അത് കമ്മ്യൂണിക്കേഷൻ നന്നാക്കിയാലേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അത് തുറന്ന് പറയാനുള്ള ഒരു ക്ഷമ, കേൾക്കാനുള്ള ക്ഷമ. ഞാൻ എപ്പോഴും തമാശ പറയുന്നൊരു കാര്യം കൂട്ടത്ത് പറഞ്ഞു കൊള്ളട്ടെ. നമ്മുടെ സൃഷ്ടിയിൽ ഈശ്വരൻ 2 ചെവിയാണ് പുറമെ ഫിറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്, 2 കണ്ണ് അതും പുറത്ത് തന്നെയാണ് ഫിറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്, മൂക്കിന് 2 ദ്വാരം അതും പുറത്ത് തന്നെയാണ്.
പക്ഷേ നാവ് ഒന്നേ ഉള്ളൂ, അത് അങ്ങേ തലയ്ക്കലാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഉള്ളിൽ. അതിനൊരു പ്രൊട്ടക്ഷനായിട്ട് 2 വരി പല്ലും ചുണ്ടും വെച്ചിട്ടുണ്ട്. തൃപ്തി പോരാഞ്ഞിട്ടും എന്താ ഇതിൻ്റെ അർത്ഥം? കൂടുതൽ കേൾക്കുക, കൂടുതൽ നിരീക്ഷിക്കുക, മണത്തറിയുക. എന്തിലേക്കുള്ള പോക്ക, എന്താ ഉദ്ദേശം, മണത്തറിയുക. ബി വെരി സെൻസിറ്റീവ്. അപ്പോൾ എന്നിട്ട് പറയേണ്ട സമയത്ത് നോ എന്ന് പറയേണ്ടത് നോ എന്ന് തന്നെ പറയണം. അത് പറയേണ്ട രീതി പറയണം. ചിരിച്ചുകൊണ്ട് നോ എന്ന് പറയരുത്. അത് ഡബിൾ ഏഡിയൻസ് എന്നാണ് അതിന് സൈക്കോളജി പറയുക. നോ എന്ന് കർശനമായി പറയേണ്ടത് എന്ന് ചോദിക്കണം, എന്താ പറഞ്ഞത് എന്ന് ചോദിക്കണം. അത് ചോദിക്കേണ്ട രീതി ചോദിക്കുക. അങ്ങനെ ഒരു ഡെവലപ്മെൻറ്റ് നമുക്ക് സാധ്യമാണെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ എനിക്കൊരു ചെറിയൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇത് നമുക്കറിയാം, കുട്ടികൾ പലപ്പോഴും ഈ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ കുട്ടികൾ സ്വയം പഠിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ക്ലാസ്സിൽ പോയിട്ട് പഠിക്കുന്ന രീതിയിൽ, പക്ഷെ പലപ്പോഴും നമ്മുടെ പേരൻസ് ആണ് അവർ ഇൻജെക്ട് ചെയ്യുന്നത്. അവരുടെ ഇടയിൽ ഒരു ആശാവഹമല്ലാത്ത ഒരു കോമ്പറ്റീഷൻ അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് കുട്ടികളെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത്, കാരണം എത്ര സാമ്പത്തികം ഇല്ലാത്ത ആളുകൾ അച്ഛനമ്മമാരായിട്ടുണ്ടെങ്കിലും ഈ കുട്ടികളുടെ കാര്യത്തിൽ നമ്മുടെ അച്ഛനമ്മമാരുടെ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒരിക്കലും കുട്ടികളെ അറിയിക്കാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം ഞാൻ അനുഭവിച്ച ആ വിഷമതകൾ കുട്ടികളെ അറിയിക്കേണ്ട എന്നുള്ളൊരു താല്പര്യമാണ് പല രക്ഷകളും കാണിക്കുന്നത്. പക്ഷെ ഈ ഒരു നടപടി ശരിക്ക് നല്ലതിനാണോ? കുട്ടികൾ ശരിക്കും നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അറിഞ്ഞു വന്നാലല്ലേ അവന് അച്ഛനമ്മമാര് എങ്ങനെയാണ് തന്നെ പഠിപ്പിക്കുന്നത്, അത് അവനൊരു ഡയറക്ഷൻ നല്ല കാര്യമല്ലേ. അതേപോലെ തന്നെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ മറ്റുള്ള കുട്ടികളെ താരതമ്യം നല്ല നീ ഏറ്റവും കൂടുതൽ മുന്നോട്ട് നീ ആവണം ഒന്നാമെന്നുള്ളതാണ് ഈ കുട്ടിയെ സ്ട്രെസ് ചെയ്യുന്നത്. ഇത് ശരിക്കുള്ള അവനെ വിദ്യാഭ്യാസത്തിന്റെ പുരോഗതിയിലേക്കാണോ നയിക്കുക അല്ലെങ്കിൽ താഴോട്ടാണോ നയിക്കുക? അപ്പൊ ഏത് രീതിയിൽ നമ്മളെ പോലുള്ള ആളുകൾ ഈ കുട്ടികളുടെ അടുത്തുള്ള സമീപനം ഏത് രീതിയിലാക്കി മാറ്റണം എന്ന മാഷ അഭിപ്രായം? വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണിത്. ഞാനിതിന് മറുപടി പറയാൻ ഒരു സെൻറ്റൻസ് കോട്ട് ചെയ്യാണ്. ജോൺസൺ എന്ന് പേരുള്ള ആളെഴുതിയ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൻ്റെ വലിയൊരു പുസ്തകമുണ്ട്, ഫോറിൻ ഓതറാണ്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇഫ് ഓൾ ദ പ്രോബ്ലംസ് ഇൻ എഡ്യൂക്കേഷൻ കുഡ് ബി റെഡ്യൂസ് ടു വൺ സിംഗിൾ വേർഡ്, ഇറ്റ് ഈസ് നത്തിങ് അതർ ദാൻ പാരൻ്റൽ ഓവർ ഇൻ്റലിജൻസ് എന്നാണ് ആ സെൻറ്റൻസ്. ഞാൻ ബൈ ഹാർട്ട് പഠിച്ചതാണ്. വിദ്യാഭ്യാസ സംബന്ധമായ കുട്ടികളുടെ അച്ചീവ്മെൻറ്റ് സംബന്ധമായ അക്കാഡമിക് അച്ചീവ്മെൻറ്റ് സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളെയും ഒന്നിലേക്ക് ചുരുക്കാമെങ്കിൽ അത് പാരൻ്റൽ ഓവർ ഇൻ്റലിജൻസ്, അമിതമായ ഇൻവോൾവ്മെൻറ്റ്, അമിതമായ പാരൻ്റൽ. നോക്കൂ, SSLC പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന കുട്ടികളെ ഇത് മോഡൽ പരീക്ഷ കഴിഞ്ഞ് ഈയിടെ പത്രത്തിൽ വന്നതാണ്. തിരുവനന്തപുരത്ത് സ്കൂളിൽ അമ്മമാർ കാത്തിരിക്കുക. മോഡൽ പരീക്ഷ കഴിഞ്ഞ് കുട്ടികൾ പുറത്തിറങ്ങുമ്പോൾ അങ്ങനെ എഴുതി നോക്കാൻ ആ സ്കൂളിൻ്റെ മുറ്റത്തെല്ലാം മരത്തിൻ്റെ ചുവടെ കാത്തിരിക്കുകയാണ്. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് എങ്ങനെ ഉണ്ടായിരുന്നോ? ഇതാണ് കുട്ടികൾക്ക് പരീക്ഷയെ ഭയം ഉണ്ടാക്കുന്നത്. സംശയമുണ്ടോ? അപ്പോൾ ഇത് ഞാൻ ഇന്ന് വായിച്ച പണ്ട് പഠിച്ചൊരു കവിത ഇന്ന് ഓർമ്മിക്കാനിടയെന്ന്. ഈ റാൽഫ് വാൽഡോ എമേഴ്സൺ എഴുതിയ കവിതയാണ്. ദ മൗണ്ടൻ ആൻഡ് ദി സ്ക്വിറൽ എന്നാണ്. മൗണ്ടൻ പറയുകയാണ്, ഞാനെന്താ വലിപ്പം എന്നറിയോ, എൻ്റെ മേലെ കാടുകളല്ലേ ഞാൻ ചുമക്കുന്നത് ഒക്കെ പറയുമ്പോൾ അവസാനം സ്ക്വിറൽ പറയുന്നുണ്ട്, നിങ്ങൾ വലിയ ആളായിരിക്കും, പക്ഷേ ഒരു നട്ട് ക്രാക്ക് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? എന്നെ കൊണ്ട് ഏത് ഹാർഡ് നട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റും, കടിച്ചു മുറിക്കാൻ പറ്റുന്നു. ഞാനിത് പറഞ്ഞത് ഈ താരതമ്യം കൊണ്ട് ചെയ്യുന്ന ദോഷം കൊണ്ടാണ്. ഓരോ കുട്ടിക്കും ഈശ്വരന് ഓരോ കഴിവാണ് കൊടുത്തത്. ആദർശ് എന്ന് പേരുള്ള ഒരു ചെറിയ മോൻ ഈ വടക്കേ ഇന്ത്യയിലൊക്കെ പോയിട്ട് പാട്ട് പാടി ലോകത്തെ അത്ഭുതപ്പെടുത്തുകയാണ്. ആ കുട്ടിക്ക് മ്യൂസിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, അത് ജന്മസിദ്ധമായൊരു കഴിവാണ്. ആ കഴിവിൽ അതുപോലെ മരിച്ചുപോയ ക്ലിൻറ്റ് ചിത്രം വരയ്ക്കുന്ന കാര്യത്തിൽ ക്ലിൻറ്റിനെ ആദർശിനോട് താരതമ്യപ്പെടുത്താൻ എന്തായിരിക്കും? നീ എന്താ അവ വരയ്ക്കും പോലെ വരയ്ക്കാത്തത്? നമ്മൾ എമേഴ്സൻ്റെ കവിതയിലേക്കൊന്നും പോണ്ട. നമുക്ക് ചുറ്റും കാണുന്ന ഈ താരതമ്യവും അടുത്ത കുട്ടികളോട് മത്സരിക്കുക, അവനവനോട് തന്നെ മത്സരിക്കാനാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത്, മറ്റുള്ളവരോട് മത്സരിക്കാനല്ല. ഞാനിത് എപ്പോഴും പറയുന്നതാണ്. അവനവനോട് തന്നെ മത്സരിക്കാനേ കുട്ടികളെ പഠിപ്പിക്കാവൂ.
കഴിഞ്ഞ പ്രാവശ്യത്തെ എൻ്റെ പെർഫോമൻസിനേക്കാൾ ഇപ്രാവശ്യം ഞാൻ നന്നായി പെർഫോം ചെയ്യും എന്ന് സ്വയം മത്സരിക്കാനോ നമുക്ക് ആരോടും മത്സരിക്കാൻ പറ്റില്ല. നമ്മുടെ മഹാകവി പൂന്താനത് പണ്ടേ പറഞ്ഞിട്ടുണ്ട്, കൂടിയല്ല ജനിക്കുന്ന നേരവും കൂടിയല്ല മരിക്കുന്ന നേരവും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാം വൃഥാ. വൃഥാ എന്ന് ഞാൻ ഇനിയും നീട്ടുമായിരുന്നു, ശ്വാസം മുട്ടിയിട്ടാണ്. കാരണം വൃഥാ ആണ്.